എടുത്തു പറയേണ്ടത് അശോകേട്ടന് ഒരു അസാധ്യം ട്രീറ്റ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും മുരുകൻ ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഞങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് പോയിട്ട് മുരുകൻ ഇഡ്ഡലി അവിടെ കൊണ്ടേ കൃഷ്ണഗിരി അവിടെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആരും നിങ്ങളാരും വിശ്വസിക്കില്ല, എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് കഴിച്ചോളാം. അങ്ങനെ ചിലർ ഇഡ്ഡലി വാങ്ങിച്ചു, ചിലർ ദോശ വാങ്ങിച്ചു, ഉപ്പുമാവ്, ഇങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു. അല്ല, ഒരു ട്രീറ്റ് ഒരാൾ ആദ്യമായിട്ട് തരല്ലേ. ഇഡ്ഡലി, ദോശ, ചമ്മന്തി, സാമ്പാർ. സാധാരണ എല്ലാം ഭയങ്കര ടേസ്റ്റി. അപ്പൊ അന്ന് അതെല്ലാം കഴിഞ്ഞപ്പം ജഗദീഷ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞിട്ട് പ്രൊമോഷൻ വരുമ്പോ നമ്മളെല്ലാരെയും വിളിച്ചിട്ട് താജ് ഹോട്ടലിൽ ഡിന്നർ ചെയ്യുന്നു. ഈ പ്രൊമോഷൻ പ്രോഗ്രാം ഗംഭീര വിജയമാണെങ്കിൽ ഞാൻ താജ് ഹോട്ടലിൽ പോയി നിങ്ങൾക്ക് ട്രീറ്റ് തരാമെന്ന് പറഞ്ഞു. വിജയമാണോന്ന് നമുക്ക് എല്ലാ പ്രൊമോഷൻ കഴിയുമ്പോൾ തീരുമാനിക്കും. വൈകുന്നേരം തീരുമാനിക്കും. പ്രൊമോഷൻ വിജയമാണെന്ന് നമുക്ക് എല്ലാവരും പറയുകയാണെങ്കിൽ ഭൂരിപക്ഷം പറഞ്ഞാലും മതി. അല്ല, പറഞ്ഞാൽ കിട്ടില്ല. രേഖാമൂലം പറയണം എങ്ങനെ വിജയിച്ചു. അതൊരു പാരഗ്രാഫ് എഴുതി തരണം എനിക്ക്. ഒരു പാരഗ്രാഫ് എന്തുകൊണ്ട് ഇത് വിജയിച്ചു. ഓരോരുത്തരും മുരുകൻ രാജേഷ് കഴിച്ചില്ല. അശോകന് ഇത്ര ആൾക്കാർ വരുന്ന പ്രതീക്ഷയില്ലെന്ന് തോന്നുന്നു. ഇവിടെയാണ് കഥ. 5000 രൂപ ബഡ്ജറ്റ് ഇട്ടത്. 5000 ഇഡ്ഡലി ഇവിടെയൊക്കെയല്ലേ. പക്ഷെ ബില്ല് വന്നപ്പോ 10-12,000 രൂപ. കാരണം അവിടെ ഇരുന്ന് കഴിച്ചാൽ അശോകന്റെ പേര് ഇട്ടിട്ട് പോയി. വെജിറ്റേറിയൻ ഹോട്ടല്, നോൺ വെജ് ഹോട്ടൽ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചാൽ മറ്റേ അശോക് കണ്ണ് ഒന്നത് കണ്ടുന്നില്ല, അതിലൂടെ കണ്ണ് വെളിയിലോട്ട് ഇങ്ങനെ ഇത്. അപ്പൊ 12,500 രൂപ, ഒരു 5000-5500 രൂപ പ്രതീക്ഷ. രാജേഷ് പറഞ്ഞു അതൊരു കറക്റ്റ് ചോദ്യമാണ്. എന്തൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ മനോജ് ചോദിക്കും, പൈസ ഉണ്ടോ, എടുത്തിട്ടുണ്ടോ, തയ്യാറാണോ ചോദിച്ചു. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എടുത്തിങ്ങനെ കാണിക്കുന്നുണ്ട് 5000 രൂപ. ഇവർക്കെല്ലാം സംശയമുണ്ട്. എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇത് അവസാനമുള്ള കാഴ്ച എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഞങ്ങളെല്ലാം ഇറങ്ങി പോകുമ്പോൾ അവിടെ നിങ്ങൾ വയ്ക്കോ, ഞാൻ പേറ്റ്, ഞങ്ങൾ പേറ്റ്, ഞാൻ പേറ്റ് പൊയ്ക്കോ പൊയ്ക്കോ. ഞങ്ങൾ കാറ് കയറുമ്പോൾ അവിടുത്തെ ക്യാഷിലിരുന്ന ആളുടെ അടുത്ത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാച്ചു. അത് ശരിയാ, ഇത്രയും കേട്ടോ. നമ്മളെ ചോദിച്ചപ്പോ എന്തിന് ഞങ്ങളുടെ അടുത്ത് എന്ന് പറയുന്നത് ഓട്ടോഗ്രാഫി വെച്ചെന്ന്. ഞാൻ പറഞ്ഞു ഓട്ടോഗ്രാഫി വെച്ചെന്ന്. അശോക് അറിഞ്ഞിരുന്നു. അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഓട്ടോഗ്രാഫി വെച്ചിട്ട് അയാൾ ഓട്ടോഗ്രാഫിക്കും ഇങ്ങനെ മാത്രമല്ല, ഓട്ടോഗ്രാഫ് കണ്ടിപ്പാനപ്പുറയുന്ന എന്തിനു പറയുന്നത്. അല്ല, അതായത് ഫോട്ടോ ചോദിച്ചാ എന്റെ വഴിയെ പോയ ആൾക്കാരൊക്കെ കഴിച്ചാൽ അവിടെ ഇരുന്നവരെല്ലാം ഇട്ട് കൊടുക്കുന്നത് ബില്ല്. അവിടെ നേരത്തെ കഴിച്ചോണ്ടിരുന്നവരെല്ലാം അന്നത്തെ ബില്ല് അവിടെ കഴിച്ചിട്ട് പോയ ആൾക്കാർ വന്നിട്ട് ബില്ല് വയ്ക്കുമ്പോഴേ എന്താ സാർ പെരിയ അവർ ട്രീറ്റ് പറഞ്ഞു. കുറെ പേർ ആഹാരം കൊടുക്കാൻ സാധിച്ചു എന്നുള്ള വലിയ ഭാഗ്യമല്ലേ. ശരിയല്ലേ? ഒരു സംഭവം, നല്ല സംഭവം, കർമ്മമല്ലേ ചെയ്തു. അത് ഒരു തെറ്റില്ല. അതിനെ ജഗദീഷേട്ടൻ നാളെ ചെയ്യാൻ പോകുന്നു. നാളെ ചെയ്യാം. അപ്പൊ അതാണ് നാളെ ചെയ്യാൻ പോകുന്നത്. സമയം എന്ന് പറയണേ അന്ന് മനോട്ട സമയം എന്ന് പറയാൻ കേട്ടോ. ഞാനും പ്രൊമോഷന്റെ ഭാഗമാണ്. ഇപ്പൊ വരാൻ എല്ലാവരും നിങ്ങൾ പ്രൊമോഷൻ നന്നായിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴേ എഴുതരും. ഇപ്പോഴും എഴുതാ, വെറുതെ ഇല്ല ഒരു പാരഗ്രാഫ്. ഞാൻ എന്തുകൊണ്ട് നന്നായി എന്റെ പ്രൊമോഷൻ പാരഗ്രാഫ് എഴുതണം. എന്തുകൊണ്ട് 500 രൂപ പത്രം എവിടെയും കഴിഞ്ഞോളാ പൈസക്ക്. അല്ലെ, ഒരു പാരഗ്രാഫ് നന്നായിട്ട് എഴുതണം. ഒരു ഫുൾ പേജ് കൺവിൻസിംഗ് ആയിരിക്കണം. അതിന് ഞാൻ മാർക്കണം. അധ്യാപകൻ നിലയിൽ ഞാൻ മാർക്കണം. അല്ല, അത് പറയുന്നത് നാളെ ബുഫയാണ് കേട്ടോ. അത് പറയാം. വാങ്ങിച്ചു തരാണെങ്കിൽ ഞാൻ ബുഫേ വാങ്ങിച്ചു തരുള്ളൂ. അല്ല, നിങ്ങൾ കലാകാറ്റ് വാങ്ങിച്ചു തരികയാണെങ്കിൽ പറയാം. വാങ്ങിച്ചു തരുന്നു. അല്ല, മറ്റേ വാല്യൂറ്റല്ലേ പറയാൻ പറ്റില്ലോ. പേപ്പർ എല്ലാരും എഴുതി തരുമോ? നമുക്ക് താജ് ഹോട്ടൽ വേണമെങ്കിൽ മാറ്റാൻ കേട്ടോ. എല്ലാരും എഴുതി തരണം. അങ്ങനെ അശോകം ഫിക്സ് ചെയ്ത് പിന്നെ ഞാൻ മാറ്റില്ല അല്ലേ? നിങ്ങൾ അങ്ങനെയാണ് പണ്ട് തൊട്ട് തന്നെ. വെജിറ്റേറിയൻ ഹോട്ടല് അങ്ങനെ ലാഭിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മള് സ്വപ്നം കാണുമ്പോൾ വലിയ കാര്യങ്ങൾ തന്നെ സ്വപ്നം കാണും.
നടക്കുന്ന കാര്യങ്ങൾ സ്വപ്നം കാണുമ്പോൾ വലിയ കുഴപ്പമുള്ളൂ. വെയിറ്ററിന് ഓട്ടോയിൽ കയറ്റിട്ട് 12,000 രൂപയായി. മന്ദിര താജ് പോയുള്ള ദിവസം ഫോട്ടോഗ്രാഫിന്റെ പറയലായിരിക്കും. അപ്പൊ ആക്ഷൻ എന്നോട് അന്ന് പറഞ്ഞു, ഞാൻ വെയിറ്ററിന്റെ ഹോട്ടലിൽ ഇത് ഇതിനു വേണ്ടി പറഞ്ഞു വെയിറ്ററിനൊക്കെ അപ്പൊ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എറണാകുളത്ത് പോവാ അല്ലെ ട്രിവാൻഡ്രത്ത് പോവാ, താജ് ഹോട്ടലിൽ ഞാൻ കൊണ്ടുവന്നു പ്രൊമോഷൻ സമയത്ത് അവിടെ. ഒത്തിരി ഓട്ടോഗ്രാഫ് താജിലാണ് ഒരുപാട് ഓട്ടോഗ്രാഫ് കൊടുക്കേണ്ടി വരും. അതെങ്ങനെ എങ്ങനെ നിങ്ങളെന്നെ കാണിക്കും. അതെ അതാണ് സത്യം അതിനകത്ത്. അത് ഇത് തമാശയായിട്ട് പറയരുത്, സീരിയസ് ആയിട്ട് ഞാൻ ചിലപ്പോൾ വാങ്ങിച്ചു തരും. അപ്പം മനസ്സിലായി. നിങ്ങൾക്ക് ഇത് സീരിയസ് ആയിട്ട് നാളെ വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. വരും വരും വരും. എത്ര മണിക്ക് പറഞ്ഞു, എത്ര മണിക്ക് പറഞ്ഞു? നാളെ ചിലപ്പോൾ എനിക്ക് അസൗകര്യമുണ്ട്. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചു അല്ലേ? ഇതാ ആൻസർ പ്രതീക്ഷിച്ചു. മനോജ് ഫ്രീ ആണോ? ഞാൻ എപ്പോഴും ഫ്രീയാ നാളെ. നോക്കട്ടെ. ഫ്രീ അല്ല നാളെ? എല്ലാവരും ഫ്രീ. അപ്പൊ നിങ്ങൾ ഫ്രീ ആണോ? ഞാൻ ഫ്രീ, ഇന്ന് തൊട്ട് ഫ്രീ ആയി. ശരി, ഇന്ന് വൈകുന്നേരം ഒരു ട്രീറ്റ് ആലോചിക്കാം. അങ്ങനെ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ, ഈ ആരുടെയെങ്കിലും കാശ് പിന്നെ ഓസിന് കഴിക്കണമെന്ന് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ, അല്ല അതിൽ അഭിമാനത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല. എന്നാൽ പോലും എനിക്കൊക്കെ അത് ഭയങ്കര ചമ്മലാണ്. ഇത് കണ്ടവന്റെ ഇത് പൈസക്ക് ആഹാരം കഴിക്കാന്ന് പറയുന്നത് ഇത് നമ്മളെ നിങ്ങളെ മുരേനിട്ടിട്ട് പോയി അടിച്ചു കയറ്റി തന്നിട്ടുണ്ട്. എന്റെ ഷെയർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പുതിയ ഷെയർ തന്നോ? ആ, ഞാൻ കൊടുത്തല്ലാതെ. ആ പിന്നെ മനോജ് കൊടുത്തത് ഞാനും കൊടുത്തു. ആൾമാർ ആർക്കും കൊടുത്തു പോയി, വേറെ ആർക്കും കൊടുത്തു. ഞാൻ കൊടുത്തു, നിങ്ങളും കൊടുത്തു. ഇത് ഈ ഓസിന് കിട്ടിയ ആസിഡ് കുടിക്കുന്ന പറയുന്നല്ലേ, ഈ അധ്വാനിക്കാതെ മറ്റുള്ളവൻ എന്തെങ്കിലും വാങ്ങിച്ചതാ എന്നുള്ള ഒരു വളരെ മോശപ്പെട്ട ചിന്തയുള്ള ആരും നമ്മുടെ കൂട്ടത്തിൽ ഭാഗ്യവശാലില്ല. ഇല്ലല്ല, അധ്വാനിച്ച് എന്റെ കാശ് കൊണ്ട് എന്തെങ്കിലും കഴിക്കണം എന്നല്ലാതെ അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അവൻ എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറയാന്നുള്ളൊരു വൃത്തികെട്ട ചിന്തയുള്ള ആരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. അത് ഒഴിഞ്ഞു പോരാൻ മനസ്സിലായില്ല. ഇല്ല, ഒഴിഞ്ഞല്ല. അങ്ങനെയുള്ള റൂട്ടിലാ പോണ്. ഏത് റൂട്ടിലെന്ന് ഓസിന് ആഹാരം കഴിക്കുക, അധ്വാനിക്കാതെ ഓസിന് ആഹാരം കഴിക്കുക എന്നുള്ള അശോകൻ തമാശയൊക്കെ പറയും. പക്ഷെ അശോകന്റെ അടുത്ത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അശോക് പൈസ എന്തെങ്കിലും വേണം? വേണ്ട ജയദേശ്. ചോദിക്കാറുണ്ടോ? പിന്നെ ഞാൻ ചോദിക്കാറുണ്ട് എന്തെങ്കിലും കാശിന്. ഒരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ അശോകൻ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു അടുത്ത ആൾ ചെന്നൈ. ഞാൻ ചോദിച്ചു കാശ്, എനിക്ക് കാശ് ആവശ്യമില്ല. പക്ഷേ അശോകൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് 10 പൈസ വെച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ എൻ്റെ ഒരു ബിരിയാണിക്ക് വേണ്ടി അഭിമാനം പണയം വെക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതൊക്കെ റൂട്ടിലേക്ക് പോകുന്നത് അതിനെ സീരിയസ് ഒരു ഡിന്നറിന്റെ കാര്യത്തിൽ എടുത്ത് എവിടേക്ക് എത്തി? സ്ഥലം മേടിച്ച് അവിടെ രക്ഷപ്പെട്ട് മറൈൻ ഡ്രൈവിൽ അതിനെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ്. അത്ര ചീപ്പായിട്ട് അശോകൻ പെരുമാറുന്ന ഹൈദരാബാദിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഞങ്ങള് അധ്വാനിച്ചെന്നുള്ള കാര്യത്തിന് ഞങ്ങള് നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞ എന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അധ്വാനിച്ച് നമ്മുടെ പൈസ കൊണ്ട് ഒരു ബിരിയാണി തരും എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ ഓക്കെ, നേരെ മറിച്ച് അശോകം വാങ്ങിച്ച് തരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിങ്ങനെ കൊണ്ടുപോകുന്നു തോറും ഇറങ്ങില്ല. എനിക്ക് എന്റെ കാശല്ല അത്. ഞാൻ ഒരാളെ ചൂഷണം ചെയ്തിട്ട് അതിന്റെ പൈസ കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ വേണ്ടി എനിക്ക് സന്തോഷത്തോടെ കഴിക്കാൻ പറ്റില്ല. പൂരി മറ്റെല്ലാം അടിച്ചു കയറ്റിയല്ലോ. പൈസ കൊടുത്തല്ലോ, പൈസ കൊടുത്തല്ലോ, പിന്നീട് കൊടുത്തല്ലോ, പൈസ കൊടുത്തല്ലോ. രാജ്ബാ കണ്ടില്ലേ എന്താണല്ലേ? ഇതാണ് അവസ്ഥ. ആലോചിച്ചേ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.